അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല. സുന്ദരു സുന്ദരു എന്താ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? അവിടെ നിക്ക, അടുത്തേക്ക് വരണ്ട. കള്ളൻ, ഈ വേഷത്തിൽ കണ്ട ഞാൻ മനസ്സിലാക്കില്ല എന്ന് കരുതിയല്ലേ? എന്താ ഈ കുട്ടി പറയണേ? പുല്ലാമ്പാറ യുപി സ്കൂളിൽ 2 വെട്ടുക്കിളികളെ പോലെ പാറി നടന്ന നമ്മുടെ കുട്ടിക്കാലം സുന്ദരേച്ചേട്ടൻ മറന്നുപോയോ? ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല, എന്നാലല്ലേ ഇതൊക്കെ ഓർമ്മ വരൂ. എന്റെ പാട്ടും ഡാൻസും സുന്ദരേച്ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു സ്റ്റെപ്പ് കാണിക്കാം, ചിലപ്പോ ഓർമ്മ വരും. കാവേരിപ്പുഴയിൽ കരിവീട്ടി തോണിയിൽ കരിമല വീശാൻ പോയോരേ മലയരയാ. ഇപ്പൊ ഈ സ്റ്റെപ്പ് ഓർമ്മ വന്നില്ലേ? ഇല്ല, എനിക്ക് ഒരു സ്റ്റെപ്പ് ഓർമ്മ വരുന്നില്ല. ഇല്ലേ? ഇങ്ങ വേണ്ട, വേറെ സ്റ്റെപ്പ് കാണിക്കാം. മലങ്കുറവൻ ഞാൻ മലങ്കുറവൻ, നാടുകാഴി ചുരത്തിലെ മലങ്കുറവൻ ഇളക. അയ്യോ, പോയോ സുന്ദരോ? ഇത്രയും വലിയ കാര അവിടെ കൊണ്ടുവച്ചത് ഒക്കെ നശിപ്പിച്ചു. ആരോട് ചോദിച്ചിട്ട് ഇതിനെ മുകളിലേക്ക് കെട്ടിയെടുത്തത്? കൂടോത്ര മന്ത്രം പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോ ഈ അശ്ലീകരത്തിന്റെ വരവ്. എന്റെ കംപ്ലീറ്റ് കോൺസെൻട്രേഷനും പോയി. അതെങ്ങനെയാ? ഒരു വെട്ടുപോത്തിനെ പോലെ അല്ലായിരുന്നു മുകളിലോട്ടുള്ള അവളുടെ പോക്ക്. കേന്ദ്രമന്ത്രിയാകാനുള്ള പൂജ നടത്തുവാൻ ഞാൻ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന തന്ത്രിയായത്, അല്ലാതെ സുന്ദരേശനും ഗന്ധരേശനൊന്നും അല്ല. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട കുട്ടിയെ, വന്ന വഴിക്ക് അങ്ങോട്ട് ഓടിത്തള്ളുക. അതെ, ഞാൻ അങ്ങനെ തോറ്റു പോവാണെന്നൊന്നും കരുതണ്ട, ഇവിടെയൊക്കെ തന്നെ കാണും. അതെ കുട്ടിയെ, ഇറങ്ങി പോവാ അങ്ങോട്ട്. മനുഷ്യരെ മെഴുക്കെടുത്തിക്കാൻ ഓരോന്ന് വന്ന് കയറിക്കോളും. ഞാൻ ഈ ബഹളം കേട്ട് ഇങ്ങോട്ട് വന്നതാ. നമ്പൂതിരി വീട്ടിലേക്ക് വരുന്നില്ലേ? അതെ, ആദ്യം ഇവിടുത്തെ പൂജ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അതിനുശേഷം തങ്കപ്പന്റെ വീട്ടിൽ വരാൻ. കേട്ടോ തങ്കപ്പ? കുട്ടി പൊക്കളു 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 പൊക്കളു. ഓടിത്തള്ളിക്കളയൂ, പോകൂ. അതെ മരിങ്ങോടാ. അല്ല അണ്ണാ, പൂജ തകൃതിയായിട്ട് നടക്കുകയാണ്. പ്രത്യേകിച്ച് ആരും അങ്ങോട്ട് മുകളിലോട്ടേ കെട്ടിയെടുക്കരുത്. വന്താണിക്കടുത്ത് ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയൂ. പാവം കുട്ടി. പാറക്കുട്ടിയോ? പാവക്കുട്ടിയല്ല, പാവം കുട്ടിയെന്ന്. പ്രഭാവതി, എന്നെ കാണുമ്പോ, എന്റെ പാട്ട് കേൾക്കുമ്പോ സത്യമായിട്ട് സുന്ദരേശേട്ടൻ എന്നെ തിരിച്ചറിയുന്ന ഞാൻ കരുതിയത്. അല്ല തങ്കപ്പേട്ട, ഇനി അത് ശരിക്കും സുന്ദരേശേട്ടനാണോ? സംശയമെന്ത്? അവൻ സുന്ദരേശൻ തന്നെ. അവൻ മാത്രമാണ് സുന്ദരേശൻ. ആദ്യം കണ്ടപ്പോഴേ ബാലപ്പൻ കണ്ടുപിടിച്ചു സുന്ദരേശനാണെന്ന്. ചിലപ്പോ സുന്ദരേശേട്ടനെ പോലെ സാദൃശ്യമുള്ള വേറെ ആരെങ്കിലും ആയിരിക്കോ? അല്ല, ഇത് സുന്ദരേശൻ തന്നെ. ഇനി ഞാനൊരു ഞെട്ടിപ്പിക്കുന്ന ചെറിയൊരു സത്യം പറയാം. എന്ത് സത്യം? സുന്ദരേശൻ നമ്പൂതിരി ഭാഷയിൽ നിക്കണു വരണു അങ്ങോട്ട് പോണു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇടക്കിടക്കൊക്കെ എന്തിരോ വരട്ടെ, യവൻ പുലിയാണ് കേട്ടാ, യവൻ പുപ്പുലിയാണ് കേട്ടാ എന്നൊക്കെ പറയുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടിട്ടുണ്ട്. കണ്ണുകൊണ്ടോ? കാതുകൊണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, പ്രഭാവതി ഇതിൽ നിന്ന് പിന്തിരിയരുത്. പോകുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടേ പോകാവൂ. അങ്ങനെയെങ്കിൽ എനിക്ക് രവിചന്ദ്രൻ നേതാവിന്റെ വീടിന്റെ അടുത്ത് ഒരു വാടക വീടെടുത്ത് താമസിക്കണം. അതെന്തിനി? 1 വർഷത്തേക്ക് എന്റെ അന്തകനായിട്ട് എന്റെ വീട്ടിൽ താമസിക്കല്ലേ ഭയങ്കരൻ? രവിചന്ദ്രൻ നേതാവിന്റെ വീട്ടിൽ 2 ആഴ്ച ഉണ്ടാവും. അവിടെ കസേര ലബ്ധി പൂജ നടക്കുക. എന്ന് വെച്ചാൽ മന്ത്രി കസേര ലഭിക്കാനുള്ള പൂജയാണ് കസേര ലബ്ധി പൂജ. ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ വരും. എന്തായാലും എനിക്ക് സുഭാഷ് നമ്പൂതിരി എന്ന സുന്ദരേശനെ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാനാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. പ്രഭാവതിക്ക് എന്റെ വീട്ടിൽ താമസിക്കാം. ചേട്ടന്റെ വീട്ടിലോ? എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ രഹസ്യമായി പ്രഭ താമസിക്കുന്നു. സുഭാഷ് നമ്പൂതിരി ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഞാൻ അവിടെ താമസിച്ച പൊന്നമ്മ വഴക്കുണ്ടാക്കില്ലേ? വഴക്കുണ്ടാക്കും. വേണ്ടി വന്നാൽ ചിലപ്പോൾ ഡൈവോഴ്സ് വരെ എത്തിയെന്നും വരും. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ പൊന്നമ്മ ഈ വിവരം അറിയരുത്. പ്രഭാവതി എന്റെ വീട്ടിൽ താമസിച്ചോ, അതിനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ വേറൊരു കണ്ടീഷൻ. പ്രഭാവതി എന്റെ വീട്ടിൽ താമസിക്കുന്ന വിവരം ഞാനും പ്രഭാവതിയും പിന്നെ വേറൊരാളും കൂടി അറിയാൻ പാടുള്ളൂ. അതാരാ? സാക്ഷാൽ ഈശ്വരൻ. സമ്മതിച്ചോ? സമ്മതിച്ചു. ഡൺ. പൊന്നമ്മ എങ്ങനെ അറിഞ്ഞ? ഇപ്പൊ കൃത്യം 5 മണി.
കൃത്യം 5 മണിക്കുള്ള ബാത്റൂമിൽ കുളിക്കാൻ കയറും. അതല്ലേ ഈ സമയത്ത് ഞാൻ വിളിച്ചോണ്ട് വന്നത്. വാ. ഓ തുറയോ. വാ വാ വാ. വാ 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 വാ. ഫുട്ബോളിൽ നിൽക്കാതെ അകത്താട്ട് കയറി വാ. പിന്നെ ധാരാളം മുറികളുള്ള വീടാ. അയ്യോ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പതുക്കെ ചിരി. അയ്യോ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. തൽക്കാലം പ്രഭ ആ കാണുന്ന റൂമിൽ പോയി താമസിക്കും. ശരി. വേഗം പോ, വേഗം പോ, വേഗം പോ. കുളി കഴിഞ്ഞിട്ട് പ്രഭ 2 ദിവസം പിടിച്ചു നിൽക്കും. ഇതിനിടയിൽ ഞാൻ സുന്ദരേശ്വരെ എത്തിക്കാം. പിന്നെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചു കയറി അങ്ങോട്ട് താമസിച്ചോളാം. അയ്യോ പക്ഷെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വിശക്കുന്നു. ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അയ്യോ അടുക്കളയിലേക്ക് പോട്ടെ. ഞാൻ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോകാം. പോയി കിടന്നോ. പോ, അങ്ങോട്ട് പോ. ഓ, റൂമിലേക്ക് പോ. നീ വാതിൽ പൂട്ടിയിട്ടുണ്ട് കേട്ടോ. താക്കോലിക്കാൻ എടുത്തിട്ടുണ്ട്. ഹലോ ഹലോ. ആരാ വിളിക്കുന്നേ? ഇതെന്താ ഫോണില്ലാതെ ചുമ്മാ സംസാരിക്കുന്നേ? ഫോണില്ലേ? ഞാൻ എന്തൊരു മണ്ടനാണ്. ഇടക്കിടക്ക് ഇങ്ങനെ മണ്ടത്തരം കാണിക്കും. അല്ല ഇത് എപ്പോ എത്തി? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ആ നമ്പൂതിരി സാറ് പോയപ്പോ വീട് ഉറങ്ങിപ്പോയി. ഉറങ്ങട്ടെ, സമയാകുമ്പോ എഴുന്നേറ്റോളും. അയ്യോ അയ്യോ. നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോണേ? എന്റെ നൈറ്റി അതിനകത്ത് കിടക്കുവാ. എടി ഞാൻ പറഞ്ഞ കേക്ക് ഇങ്ങനെ ശല്യം. ദൈവമേ പോകല്ലേ. തുറക്കാൻ വയ്യല്ലോ. ഒരു കാര്യം പറയട്ടെ നിന്നോട്. അല്ല, ഇതെന്തോ? അതാണ് ഞാനും നോക്കുന്നത്. താക്കോലി കാണാനില്ല. ഞാൻ കുറച്ചു മുമ്പ് കുളിക്കാൻ പോയപ്പോഴും ആ വാതിൽ കിടക്കുന്നുണ്ടാണല്ലോ. 1/2 മണിക്കൂർ മുമ്പ് താക്കോലി പോയി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞ എനിക്ക് വിശ്വാസമില്ലേ? ആ താക്കോൽ എന്നേക്കുമായി എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. ആ നടരാജ മേശിനെ വിളിച്ചു പറഞ്ഞ് പുതിയൊരു പൂട്ട് വെപ്പിക്കാം. ആ മേസ്ത്രി ചത്തിരുന്നെങ്കിൽ. എന്റെ നൈറ്റി എടുക്കട്ടെ ഞാൻ. പിന്നെ എടി പൊന്നു, നീ എന്തിനാണ് ആ നൈറ്റി തന്നെ ഇടുമെന്ന് വാശി പിടിക്കണത്? നിനക്ക് ഞാൻ പുതിയ 10 നൈറ്റിയും 10 ചുരിദാറും 10 സാരിയും മേടിച്ചു തരാം. ഓ എന്തൊരു ചുമ. ചുമയോ? തുമ്മലി. ഓ ഇനി നിനക്ക് എന്തൊക്കെ വേണം പൊന്നു? ഫോണ്. അയ്യോ ദേ എനിക്ക് വിശക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ടുവാ. ഞാൻ പാഴ്സൽ കൊണ്ടുവരാം. പാഴ്സലോ? അതെ പാഴ്സലേ. പോസ്റ്റ് ഓഫീസിൽ ഒരു പാഴ്സൽ വന്നേക്കണ്. എന്താ കാര്യം? എത്തിക്കാം. അതിനല്ലേ ഞാൻ ഈ റിസ്ക് ഒക്കെ എടുക്കണേ. പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. ഇപ്പൊ തന്നെ പോയി പാഴ്സൽ മേടിക്കാം. പോസ്റ്റ് മാമന്റെ കാര്യം. പിന്നെ അങ്ങോട്ട് പോണ്. നിനക്ക് നൈറ്റി ചുരിദാറൊക്കെ പുറത്തു പോയി മേടിക്കാം. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കേട്ട് വാ. ഓ എന്നാലും ആ പെങ്കൊച്ചിന്റെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. കേട്ടോടാ ബാലപ്പ, ഞാൻ കരുതി ഇതിനകം അവളുടെ പഴയ സഹപാഠിയെ കണ്ടുപിടിച്ച് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയി കാണുമെന്ന്. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ ഫ്ലാഷ് ബാക്ക് കേട്ടിട്ട് നമ്മളും വലിയ വീറോടെ പറഞ്ഞാണ് സുന്ദരേശനെ പിടിച്ചോണ്ട് കൊടുക്കാന്ന്. അറിയാവോ? എനിക്ക് സംശയമുണ്ട് ആ CK സുന്ദരേശൻ തന്നെയാണോ എന്ന്. ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് മുങ്ങിയ ഒരാള് വീണ്ടും ഇവിടെ തന്നെ മറ്റൊരു വേഷത്തിൽ വരേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ആ പെങ്കൊച്ച് സുന്ദരേശൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്കല്ലേ കയറി വന്നത്. ആശ ചുമ്മാ വേണ്ടതൊന്നും പറയാതെ. അത് സുന്ദരേശനൊന്നും അല്ല. അയാളുടെ സംസാരം കേട്ടാ അറിയാം അയാള് നല്ല തനി നമ്പൂരിയാണെന്ന്. ആശാൻ അറിയോ? അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കൂടി ഭസ്മം എടുത്ത് തന്ന ആളാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും തരാന്ന് പറഞ്ഞു. അത് ശരി, ഏതോ ഒരു പുതിയ അവതാരത്തിന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. കേട്ടിടത്തോളം സുന്ദരേശൻ ആള് മാറി വന്നതാകാനാണ് സാധ്യത. ഇങ്ങോട്ട് വാടേ. നീ എവിടെയാണ് വാണം വിട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് വാ. നിന്നെ കണ്ടിട്ട് എത്ര നാളായെന്നറിയാ. ഇങ്ങോട്ട് വാ. എന്താണ്? അയ്യോ നീ അങ്ങ് ഓഞ്ഞു പോയല്ലേടാ രമണ. ആഹാരൊന്നും ഇല്ലേടാ? സോപ്പിടല്ല സോപ്പിടല്ല. ഡേയ് നോക്ക്, നിന്നെ കൊണ്ടിരിക്കുന്ന ചെറിയ ഉപയോഗമുണ്ട്. അണ്ണാ അതെ, ചക്കാത്തിന് അലക്കുന്ന കാര്യമാണെങ്കിൽ എന്നെ കിട്ടൂല. എടേ അതൊന്നും അല്ല. പിന്നെ
നമ്മുടെ പ്രഭാവതിയില്ലേ? ഏത് പ്രഭാവതി? ഓ പിന്നെ നിനക്ക് അറിഞ്ഞൂടാ പ്രഭാവതിയെ? അന്ന് നിന്റെ നുണക്കുഴി വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു പാട്ടം പാടി വന്നില്ലേ ഒരു പ്രാന്തി? ഓ പ്രഭാവതി. അത് തന്നെ. ആ. അവർ ഈ കോളനിയിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കണം. അണ്ണാ ദാ വക്കീലിന്റെ വീട്ടില് ഈ ഡ്രസ് ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ അന്വേഷിക്കാം. പിന്നെ അണ്ണനും കൂടെ ഒന്ന് അന്വേഷിക്കണം. പിന്നെ അത് ഞാൻ ചെയ്തോളാം. അണ്ണാ കോളനി പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്, ഒരു നമ്പൂതിരി. ആ ആളിനെ ഞാൻ കണ്ടു. തങ്കപ്പന്റെ വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നതല്ലേ? ഇപ്പൊ രവിചന്ദ്രൻ നേതാവിന്റെ കൂടെ. ബാങ്ക് ഉദ്യോഗസ്ഥന. ആ. പക്ഷെ ആളിന് അല്പസ്വല്പം ജ്യോതിഷവും കൈനോട്ടമൊക്കെ വശമുണ്ടെന്ന് തോന്നുന്നു. ആ. അതുകൊണ്ടെന്താ നമ്പൂതിരി ഓരോ വീട്ടുകാരും റാഞ്ചിക്കൊണ്ട് പോവല്ലേ, പൂജയും മന്ത്രവും എന്നൊക്കെ പറഞ്ഞു. ഡേ രമണ, അത് സുഭാഷ് എന്ന നമ്പൂതിരിയാണോ അതോ CK സുന്ദരേശൻ എന്ന എഴുത്തുകാരനാണോ? നമസ്തേ. വണക്കം. ഓ വന്ദനം. നമസ്കാരം. ഓ ഉള്ള തന്നെ. ആ. ഓ. പിന്നെ ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു പ്രഹേളികയാണെന്നാണ് പറയുന്നത്. പണ്ടാര് പറഞ്ഞു? ആരാണെന്ന് അറിഞ്ഞൂടാ, ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ആര് പറഞ്ഞെന്നല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം ഇങ്ങോട്ട് പറഞ്ഞാ മതി. അതെനിക്ക് അറിഞ്ഞൂടാ. ആ എന്താ ഒന്ന് ശ്വാസം വിട്ടതാ. ശ്വാസം വിടലിൽ ഇത്രയും ജൽപ്പണമോ ഇങ്ങനെയൊക്കെ? പിന്നെ അതെ നമ്പൂരി സാറേ, ഞാൻ ആ പ്രഭാവതിയെ കുറിച്ച് ഒരു കാര്യം പറയണമെന്ന് കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുക. എന്താ? വേറൊന്നുമല്ല, ആ പ്രഭാവതി സാറിനെ പിടികൂടാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഒരു കാരണവശാലും അവളുടെ വലയിലങ്ങ് ചെന്ന് വീഴരുത്. അവളൊരു പാരയാണ്, പാര. ഒക്കെ നാമിനെ അറിയാം, എല്ലാം നോം ജ്ഞാന ദൃഷ്ടിയിലൂടെ കാണുന്നുണ്ട്. അതെ, ഇവിടെയൊക്കെ തുപ്പി നാറ്റിയാ. ഞാൻ സാറിന്റെ ഒരു അഭ്യുദയകാംക്ഷി ആയതുകൊണ്ടാ. അഭ്യുദയകാംക്ഷി, അഭ്യുത. ഇതിനകത്ത് എന്താണെന്ന് പറയാവോ? ഇതിനകത്ത് സാധാരണ ഭസ്മാണ്. എന്നല്ല അല്ലേ? കണ്ടോളൂ. കേറ്റു. ആൾക്ക് ഗുണമുള്ളത് നമ്പൂരി കൊടുക്കൂ അല്ലേ? ഗുണമുള്ളത് നീ കയറ്റു അല്ലേ? കൊള്ളാം. അയ്യോ ഓടല്ലേ, ഞാൻ വെറുതെ രാവിലെ നമ്മളെ ഇങ്ങോട്ട് ഓടിക്കരുതാ, പൊക്കോളൂ. അയ്യോ അതിനല്ല, ഓടല്ലേന്ന് സുന്ദരേശേട്ടാ. ആഹാ, നോമിനടുത്ത് ഒന്നും പറയണ്ട. ഇതോടെ പോയി പോയാ? രക്ഷപ്പെട്ട്. എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയേ? നാം എന്നും ഓടുന്നത് ഒരു ശീലല്ലേ, അത് രാവിലെ നാം ഓടും. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഐ കുട്ടിയല്ലേ ഇത്രയും നേരം നമ്മുടെ പിറകെ ഓടിയത്. ഇനി സമയം കളയണ്ട, ആ കുട്ടി ഓടിക്കോളൂ. അങ്ങനെ ഓടി ഒളിക്കൊന്നും വേണ്ട. സത്യം പറ, എന്തിനാ എന്റെ അടുത്ത് ഈ വേഷം കെട്ട്? ഇത് ഭയങ്കര ബോറാട്ടോ. കുട്ടിയെ, നോം ഏത് വേഷം ഇടണം ഇടണ്ടെന്ന് തീരുമാനിക്കുന്നത് നോമാണ്, അല്ലാതെ കുട്ടിയല്ല. അയ്യടാ, ഈ കാര്യത്തില് ഭാര്യ അല്ലാതെ വേറെ ആരാ തീരുമാനം എടുക്കേണ്ടത്? ദേ കുട്ടിയെ, അനാവശ്യം പറയരുത് കേട്ടോ. കുട്ടി ഉദ്ദേശിക്കുന്ന ആളല്ല നോം. എല്ലാം എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എന്റെ കൺമുന്നിൽ തന്നെ എന്റെ കണവനെ കൊണ്ട് നിർത്തി തന്നല്ലോ. കണവനോ? അനാവശ്യം സംസാരിക്കരുത്, ഒറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ. സ്വന്തം ഭാര്യയല്ലേ, ഇങ്ങനെ കയ്യോ കാനോ ഇടിക്കാനോ ഒക്കെ പറ്റൂ. ചേട്ടാ വെറുതെ നിൽക്ക. ഞാൻ ആ പാട്ട് പാടട്ടെ? ഏത് പാട്ട്? അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതേ എട്ടും പൊട്ട് തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടവാടിക്കരയുള്ള പാവാടക്കാരി. അയ്യോ അത് അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് പിടിച്ചേ, തുടങ്ങാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് കിളിയിട്ട്
പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി. അയ്യോ, സാറിന് എന്നെ മനസ്സിലായില്ലേ? അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ പാറാവുകാരനാണെന്ന്? എന്താ? അല്ല, അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? ആ ഒരു കാട്ടുപോത്തിന്റെ തലയെടുപ്പും കിവിയുടെ ചുണ്ടും നരിച്ചീറിന്റെ കണ്ണും ഹോ, നമുക്ക് വല്ലാതെ അങ്ങോട്ട് പിടിച്ചിരിക്കുന്നു. അമ്മ, ചേട്ടൻ വരുന്നുണ്ടോ? നമുക്ക് പോവാം. അതെ, ഇവർ സാറിന്റെ സീരിയലിലെ നായികയാണ്. അല്ല, സോറി, ജീവിതത്തിലെ നായികയായിരിക്കുമല്ലേ? ആരെ, ഇവളോ? ഒന്ന് പതുക്കെ. എസ് നിൽക്കുന്ന കണ്ടില്ലേ? ഞാൻ കേട്ടു. എന്റെ പൊന്ന് എസ് ഐ സാറേ, ഈ പെണ്ണിനെ കൊണ്ട് നമുക്ക് വഴി നടക്കാൻ പറ്റാണ്ടായിരിക്കണു. ഏതായാലും നിങ്ങൾ ഭാഗ്യം ചെയ്ത സ്ത്രീയാ. സുന്ദരേശൻ സാറിനെ പോലെ ഒരു കലാകാരന്റെ ഭാര്യയാകാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക സാറേ. അല്ല, നിങ്ങൾ ആരെന്ന് വിചാരിച്ച ഈ സംസാരിക്കണേ? നോംന്റെ ഒന്നും പറയണ്ട, ഭാര്യ. ഏതായാലും രണ്ടുപേരും ജീപ്പിലോട്ട് കയറട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. കേറ് കേറ്. എന്തായാലും സാറിനെ പോലുള്ളവരിങ്ങനെ വഴി കിടന്ന് വഴക്കൂടുന്നത് ശരിയല്ല. വാ. എന്ത് പറയാനാ സാറേ, ഈ ചേട്ടന് കുറുമ്പ് ഇത്തിരി കൂടുതലാ. ഇതല്ലല്ലോ. ഇങ്ങോട്ട് വന്നേ. സാറ് വിളിക്കുന്ന കേട്ടില്ലേ? ഇങ്ങോട്ട് വരാൻ. കേറ് കേറ് കേറ്. അങ്ങോട്ട് കേറ്. നോം വരുന്നില്ല. കേറ് സാറേ. കേറ് സാറേ. സമ്മതിക്കില്ലല്ലോ. ശോ, ഇങ്ങോട്ട് കേറ്. ഞങ്ങള് കഴിക്കാം. AC ഇല്ലേ ജീപ്പിലെ? സിസ്റ്ററുടെ ഒക്കെ ഒരു കാര്യം. മാറിയിരിക്ക. ഇയാൾക്ക് ഭ്രാന്താണ്. നിർത്ത് 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 നിർത്തടോ. വാ. ഞാൻ ഇറങ്ങാൻ അങ്ങോട്ട് മാറി നിൽക്ക്. വരാൻ. കയ്യിൽ നിന്ന് പിടിപിടി. ഒച്ച വെക്കല്ലേ. എന്താ? പതുക്കെ പറയാനല്ലേ പറഞ്ഞത്. എനിക്ക് സൗകര്യമില്ല. ഞാൻ ഒരു SI അല്ലേ, ഇനിയെങ്കിലും ഇത് പറയണ കേക്ക്. വിടുക. ഇയാളൊന്ന് മോഷ്ടിക്കാൻ പോടും. നിക്കിട്ടാ, ഞാനിപ്പോ ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഇയാൾ കാണിക്കാൻ പോണത്. മാറിക്കോ, 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 മാറിക്കോ. അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. എന്താ? ഇന്നല്ലോ മിണ്ടാതിരിക്ക് അവിടെ. ആരാ? ആ ഞാനൊരു ഭാര്യയും ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തല്ലോ. ആഹാ, സാറോ? ഞാനൊരു ഭാര്യയും ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തല്ലോ. ഞാൻ കസ്റ്റഡിയിലെടുത്തത് ആരെയാണെന്ന് പറയാവോ? സുല്ല്. സുല്ല്. സുല്ലിട്ട് ഇങ്ങോട്ട് കയറിപ്പോര്. അയ്യോ, ഇത് നമ്മുടെ നമ്പൂരിച്ചനല്ലേ? നമ്പൂരിച്ചനല്ല, കസ്തൂരിച്ചൻ. ഇത് നമ്മുടെ സുന്ദരേഷ് സാറാ, CK സുന്ദരേഷ് സാറ്. മനമേ, രക്ഷപ്പെട്ടു പോകാന്ന് കരുതിയല്ലേ? വിടില്ല ഞാൻ. എന്റെ പൊന്ന് സാറേ, നിങ്ങളും ഈ നിൽക്കുന്ന ശവിയും പറയുന്ന പോലെ നോം സുന്ദരേശനല്ല. മിണ്ടരുത്. ഞാൻ വെടിവെച്ചു എന്ന് പറയും. ഇവൻ ചിലപ്പോ വെടിവെച്ച് കളയും. മേലും കീഴും നോട്ടമില്ലാത്തവനാ. ഇപ്പൊ എല്ലാവർക്കും ബോധ്യായല്ലോ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് കാത്തിരിക്കുമ്പോഴാ ദൈവം ഈ വേഷത്തില് സുന്ദരേശ് ചേട്ടനെ എന്റെ മുന്നിൽ കൊണ്ട് തന്നത്. ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ കല്യാണം ഒരു നാത്തൂന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. എല്ലാവരും ഒന്ന് വഴി മാറിക്കേ. മാറ്. നിങ്ങളെ ബെഡ്റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ഈ രാജേഷ് ഖന്ന സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകും. എവിടെ ചേച്ചി ബെഡ്റൂം? എവിടെന്ന്? എവിടെന്ന്? ഇവര് രണ്ടാളെയും കതിർ മണ്ഡപത്തിലേക്ക് ആനയിച്ചിട്ട് ഇനി രാജേഷ് ഖന്നക്ക് വിശ്രമമുണ്ട്. വരൂ. അതെ, അയാൾക്ക് വട്ട് വല്ലതും ഉണ്ടോ? അയ്യോടി, ഇത്രയും നേരം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? പോണം.